രണ്ടാമത് ഇവിടെ ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വരാൻ സാധിച്ചതിന് അമ്മയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഞാൻ വന്നു നിൽക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ പേര് സജി തോമസ്. ഞാൻ പഞ്ചാബിലാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് അവിടെയാണ് സ്കൂളുകൾ നടത്തുകയും പല സ്കൂളിൻ്റെയും ഡയറക്ടർ, ചെയർമാൻ പോസ്റ്റുകളിലൊക്കെ നോക്കുന്നു. അതുപോലെ പുതിയ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. വൈഫ്, എൻ്റെ ഫുൾ ഫാമിലി പഞ്ചാബിലാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 21/6/2023 അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ കൃപാസനത്തെക്കുറിച്ച്. അപ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പം ജീവിതകാലത്തിൽ ഒരിക്കലും ഇവിടെ വരാനോ ഈ ഉടമ്പടി അതിൽ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ പാലിക്കാനോ ഒരു മനുഷ്യനായി ജനിച്ച എനിക്ക് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോൾ തന്നെ ഇവിടെ വന്നു. ഈ ജീവിതകാലത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തീരുന്നതിന് മുമ്പ് ഇതിൽ പറയുന്ന 6 കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അത് സംഭവിച്ചു. 6 കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി. ജീവിതത്തിൻ്റെ ഭൗതികവും അതേപോലെ സ്പിരിച്വലായിട്ടുള്ള മേഖലകളിലൊക്കെ റെവല്യൂഷണറി ചേഞ്ചസാണ് വന്നത്. അപ്പോൾ ഞാൻ പഞ്ചാബിൽ നിന്നാണ് വന്നതുകൊണ്ട് ആദ്യം തന്നെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം ആദ്യം പറയാം. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഞാൻ പഞ്ചാബിൽ നിന്ന് വരുന്നത്. പഞ്ചാബിൽ നിന്ന് പോരുമ്പോൾ ഞാൻ എൻ്റെ കാറും കൊണ്ടാണ് വരുന്നത്. 7 സീറ്റർ കാർ കൊണ്ട് വരുന്നു. എൻ്റെ 3 പിള്ളേരുണ്ട്, വൈഫും ഉണ്ട്. അപ്പം ഞങ്ങളവിടെ നിന്ന് വണ്ടിക്ക് വരുന്നതിന് മുമ്പ് ഈ മാരുതി സുസുക്കിക്ക് വലിയൊരു ലെറ്റർ കൊടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഞങ്ങൾ വണ്ടിക്ക് പോകുന്നതാണ്. അപ്പോൾ വണ്ടി വളരെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വണ്ടി കൊടുത്തു. അവർ 3-4 എൻജിനീയേഴ്സൊക്കെ വന്ന് വളരെ കാര്യമായിട്ട് അത് ചെക്ക് ചെയ്ത് വണ്ടി ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ നോക്കി അവസാനം അവർ പറഞ്ഞു, സാറേ ഒരു ടയറിനൊരു പ്രോബ്ലം ഉണ്ട്, 3700 കിലോമീറ്റർ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്ത് ചെയ്യും? അപ്പം എൻ്റെ അടുത്ത് നിന്ന് വേറൊരാൾ പറയുന്നു, നീ ഉടമ്പടി എടുത്ത ആളല്ലേ? ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ടുണ്ട്. നീ ഉടമ്പടി എടുത്താണെങ്കിൽ പിന്നെ ഈ എഞ്ചിനീയർമാരോട് ടയറിൻ്റെ കാര്യം ചോദിക്കേണ്ട കാര്യം എന്താ? നീ ഉടമ്പടി എടുത്തതല്ലേ? അപ്പം മാതാവിൻ്റെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. നീ എന്തിനാണ് പിന്നെ ഈ ടയർ മാറ്റണമെന്ന് എഞ്ചിനീയറോട് ചോദിക്കുന്നു? അപ്പം മാതാവിനോട് ചോദിച്ചു, ടയർ മാറ്റണോ? അപ്പോൾ അതിന് വേറൊരു എഞ്ചിനീയറിനോട്, സാർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അത് ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു, ടയർ മാറ്റേണ്ട കാര്യമില്ല. മാതാവിൻ്റെ ആദ്യത്തെ അനുഗ്രഹം അതാണ്. ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് പോന്നിട്ട് ഏതാണ്ട് 3700 കിലോമീറ്റർ ഓടിയിട്ട് ആ ടയറിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിങ്ങനെ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ പയർ പോലെ നിൽക്കുന്നു. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ പ്രത്യേകം മാതാവിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റി പോകരുത്. ഇതിനു മുമ്പ് വന്നപ്പം മധ്യപ്രദേശിൽ വന്ന് 100-150 കിലോമീറ്റർ വഴിതെറ്റി ഞങ്ങൾ പോയതാണ്. ഈ പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് വന്നപ്പം നേരെ വാഗാ ബോർഡറിൽ നിന്ന് വയനാട് വരെ ഒരു തിരിവും വളവും ഇല്ലാതെ, വണ്ടിക്കൊരു കുഴപ്പവും പറ്റാത്ത വളരെ സുഖമായ രീതിയിൽ ഞങ്ങളിവിടെ എത്തി. അടുത്ത എൻ്റെ സാക്ഷ്യം, ഞാൻ സ്കൂൾ നടത്തുന്ന ആളാണ്. ഇതിനു മുമ്പും വന്ന് സ്കൂൾ നടത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ച്, രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് NOCക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരു സ്കൂൾ നടത്തണമെങ്കിൽ അതായത് സ്റ്റേറ്റിൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം ICSE സ്കൂൾ തുടങ്ങാൻ. അപ്പോൾ ഞാനൊരു സ്കൂളിൽ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പുതിയ സ്കൂളിന് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ NOC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ശരിക്കും ഒരു 2-3 ദിവസം കൊണ്ട് തീരേണ്ടതാണ്. ഇത് 3 മാസമായിട്ടും തീരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു, ടുഡേ യു ഹാവ് ടു കംപ്ലീറ്റ് അപ്ലോഡ് ബിഫോർ 12 PM, അതായത് രാത്രി 12 മണിക്ക് മുമ്പ് തീർക്കണം. അപ്പോൾ ഞാനിത് പറഞ്ഞു കേട്ടിട്ട് ആ സ്റ്റാഫ് രാത്രി 12 മണി വരെ ഇരുന്ന് അപ്ലോഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ DO ഓഫീസിൽ ചെന്നപ്പം ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് അവിടെ എത്തിയിട്ടില്ല. ചണ്ഡീഗഡാണ് അതിൻ്റെ സ്റ്റേറ്റ് ഹെഡ് ഓഫീസ് എഡ്യൂക്കേഷൻ. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെയും ഈ NOC അപ്ലോഡ് ചെയ്തത് എത്തിയിട്ടില്ല. അങ്ങനെ 3 മാസം 4 മാസം ഞാനിങ്ങനെ ബാഗും തൂക്കി ഇങ്ങനെ നടക്കും. എന്നിട്ടും ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം
ഞാൻ രാവിലെ എഴുന്നേറ്റ് മാതാവിനോട് പറഞ്ഞു, ഇന്നത്തോടെ ഒരു തീരുമാനമാക്കണം. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ വിട്ടു പോകും, അല്ലെങ്കിൽ ഈ NOC അപ്ലോഡ് ചെയ്ത് എവിടെയും വിസിബിൾ ആവുന്നില്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ, എൻ്റെ ലാപ്ടോപ്പിൽ, വൈസ് പ്രിൻസിപ്പലിൻ്റെ ലാപ്ടോപ്പിൽ മാത്രമേ ഇത് വിസിബിൾ ആവുന്നു. വേറൊരു സ്ഥലത്തും ഇത് കാണാനില്ല, ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഈ ഉടമ്പടി പത്രം എടുത്ത് വെച്ച് എണ്ണയൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു കേൾക്കാം, ഒരു കാര്യം ചെയ്യ്, ആ പേയ്മെൻ്റ് അങ്ങ് അടയ്ക്ക്. പേയ്മെൻ്റ് എന്ന് പറയുമ്പം വലിയൊരു ഹ്യൂജ് പേയ്മെൻ്റാണ്. അതായത് ഒരു സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ 6 മാസത്തെ ശമ്പളം വെച്ച് ഏതാണ്ട് 25 പേരുടെ ഫീസ് അടയ്ക്കണം. ഏതാണ്ട് ഒരു 22-25 ലക്ഷം രൂപ ഫീസ് മാത്രമായിട്ട് വരും. ഇത്ര അടയ്ക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും ഇത്ര അടയ്ക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു എമൗണ്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ശമ്പളവും ഇലക്ട്രിസിറ്റിയൊക്കെ അടച്ചു കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പും എണ്ണയും ഈ ഉടമ്പടി പത്രം എടുത്ത് വണ്ടിയിൽ വെച്ച് ഞാൻ നേരെ DO ഓഫീസിൽ പോയി. DO ഓഫീസിൽ എത്തിയത് അവിടെ മുതൽ മേലെ വരെ ഞാൻ ഉപ്പിട്ടു. കാണുന്ന ഓഫീസിൻ്റെ ഈ വാതിലിലൊക്കെ അവരറിയാതെ കുരിശ് വരച്ച് അവസാനം ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാർ ആപ് ക്യോ ഇധർ ആ ഗയ, ക്യാ കാം ക്യാ? ഞാൻ പറഞ്ഞു, NOC കാ കാം ത. അച്ഛാ NOC കാ കാം ആപ് ഉധർ ജാവോ. അവരൊരു ഓഫീസ് കാണിച്ചു തന്നു. ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറെന്താ വന്നേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ NOC കാ തോടാ പൈസ ജമാ കറന, പൈസ അടയ്ക്കണം, ബില്ലടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. സാർ അത് റൂൾ തോ ചേഞ്ച് ഹോ ഗയാ, ആ പൈസ കറോ, ഓൺലി 76,000 പേ. അപ്പോൾ അവരോട് പറഞ്ഞത് റൂളൊക്കെ മാറി, സാർ ഇതൊന്നും പറഞ്ഞില്ലേ, 22 ലക്ഷം 25 ലക്ഷം ഒന്നും അടയ്ക്കണ്ട, ഇപ്പോഴാണെങ്കിൽ 76,000 രൂപയ്ക്ക് തീരും. നോക്കി, നമ്മുടെ മാതാവിൻ്റെ ഉപ്പിൻ്റെയും എണ്ണേൻ്റെയും വരച്ച കുരിശിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഇതാ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ 76,000 രൂപ അടച്ചതാണ്. ഇത് സൂം ചെയ്ത് അച്ഛാ കാണാം. 25 ലക്ഷം രൂപയാണ്. അതിപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലായാലും എവിടെയായാലും അടച്ചു നോക്കിയാൽ കാണാം. ഒരു ICSE സ്കൂള് എടുക്കുന്നതിന് മുമ്പ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറിൻ്റെ 6 മാസത്തെ ശമ്പളം നമ്മൾ അഡ്വാൻസായിട്ട് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലത്ത് തിരിച്ചു കിട്ടുന്നൊന്നുമല്ല. ഇത് ഞാൻ പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗുരുദാസ്പൂർ പാകിസ്ഥാൻ ബോർഡറിലുള്ള DO ഓഫീസിൽ പോയിട്ട് ഈ കഴിഞ്ഞ 24-ാം തീയതി അടച്ചതാണ്. ഇത് അടയ്ക്കാനുള്ള വലിയൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് അടയ്ക്കാൻ ചെല്ലുമ്പം എന്നോട് പറഞ്ഞു, ഒരു ദിവസം വരണം. ഞാനൊരു ദിവസം ചെല്ലുന്നത് ഈ ഉപ്പായിട്ടാണ് ചെല്ലുന്നത്. ഉപ്പും ഇതിരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് കഴിഞ്ഞ് അയാൾ കമ്പ്യൂട്ടർ തുറന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ റൂമിൽ വലിയ അടിയും ബഹളവും. അപ്പോൾ ഇയാൾ എഴുന്നേറ്റ് ഓടി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇയാൾ ഒന്ന് വന്നു, കമ്പ്യൂട്ടർ തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു പറ്റില്ല. പുള്ളി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വേഗം അവിടെ കാശ് രൂപ എടുത്ത് കമ്പ്യൂട്ടറിലൊരു കുരിശ് വരച്ചു. അത് കഴിഞ്ഞ് കീബോർഡിലൊരു കുരിശ് വരച്ചു, CPU കുരിശ് വരച്ചു. അപ്പോൾ ഇയാൾ അതും കാണരുത്. ഇതൊക്കെ നമ്മൾ ഈ കുരിശ് വരയും കാര്യങ്ങളൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ കണ്ടാൽ നമുക്ക് അറിയാം കേരളത്തിലെ അവസ്ഥയൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ തന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കുരിശൊക്കെ വരച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറിന് ഇതൊന്ന് ചെയ്യാവോ, ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഞാൻ വൈസ് പ്രിൻസിപ്പളിനോട് പറഞ്ഞു, സാർ ഒരു വേഗം ടൈപ്പ് ചെയ്തു. ഞാൻ കാശ് രൂപ എടുത്തു, ഈ ഉടമ്പടി പത്രം എടുത്ത് അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. സാറ് ഈ വൈസ് പ്രിൻസിപ്പൽ സാർ പെട്ടെന്ന് അടിച്ചു, ഈ പറയുന്ന NOC ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യം അത് ഞങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ വേണ്ടി ആ ഓഫീസ് മുഴുവൻ മാതാവ് ഞങ്ങൾക്ക് വിട്ടു തന്നു. ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഈ 76,000 രൂപ അവിടെ നിന്ന് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് മേടിച്ചു. ഈ റെസിപ്റ്റാണത്. ഹല്ലേലൂയ. 22 ലക്ഷം 25 ലക്ഷത്തിൽ നേരെ താഴേക്ക് വന്നത് 76,000 രൂപയാണ്. ഇത് ഗവൺമെൻറ് ഫീസുകളാണ്. ഇതൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരിപാടി സ്കൂളാണ്. എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും കിട്ടിയിട്ടില്ല. ഒരു നേഴ്സറിയിലൊരു കൊച്ച് ഒരു 10:30 ആയപ്പോൾ ടീച്ചർ, അവിടുത്തെ ഹോം റൂം ടീച്ചർ, ക്ലാസ് റൂം ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് അവിടുത്തെ ടീച്ചർ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒരു കൊച്ചിൻ്റെ ചെവിയിൽ കല്ലുപോയി. കൊച്ചു ഭയങ്കര കരച്ചിൽ, കൂടെ ടീച്ചർമാരൊക്കെ കരച്ചിൽ. ഇത് കണ്ട് നിന്ന PN-ഉം ബാക്കിയുള്ള പിള്ളേരും ഒക്കെ കരച്ചിൽ. അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഞാനിങ്ങനെ അന്ന് എനിക്ക് ഒന്ന് ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു, അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ എൻ്റെ കസാര ഇരിക്കുന്ന AC ഒക്കെ ഇട്ട് ഇങ്ങനെ ഞാനിങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് വന്നിട്ട് ഒരു ടീച്ചർ പറഞ്ഞത്, സാറേ ഒരു ചെവിയിൽ കല്ല് പോയി. ആ ടീച്ചർ ഏതാണ്ട് ബോധം കെട്ടതുപോലെയാണ്. കാരണം ആ ക്ലാസ്സിലെ ആ ഏരിയയിലെ ഏറ്റവും വലിയ ഒരു VIP-ൻ്റെ ഒരു കൊച്ചാണ്, ചെറിയൊരു കൊച്ച്, 3 വയസ്സേ ഉള്ളൂ. അതും എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിച്ചും നേർന്നും ഒക്കെ ഉണ്ടായ ഒരു കൊച്ചാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജീവനില്ല, പിറ്റേ ദിവസം സ്കൂളും ഇല്ല, പിന്നെ കുറച്ച് ടീച്ചേഴ്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട്, സാറേ ഇതാ ചെവിയിൽ കല്ലുപോയി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് അവർ പേരൻസിനെയൊക്കെ വിളിച്ചു. പേരൻസ് പറഞ്ഞു ഗേറ്റൊക്കെ തുറന്നിട്ടോ. അവർ ഏതാണ്ട് 100-120 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി കൊണ്ട് വരുന്നുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ടോ, ഞങ്ങൾ കൊണ്ടുപോവാണ്. അവർ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ടേബിളിൽ എപ്പോഴും എൻ്റെ ഓഫീസ് ടേബിളിൽ ഈ ഉപ്പും ഈ എണ്ണ ഇരിപ്പുണ്ട്. ഞാൻ ആ എണ്ണ എടുത്തിട്ട് ആ ചെവീൻ്റെ അവിടെ ഒന്ന് തൂത്ത് കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനും തോന്നിയില്ല, ഒരു വെപ്രാളവും തോന്നിയില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെയും വെപ്രാളം കുറഞ്ഞു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇല്ലെന്നില്ല. കാരണം ചെവിയിൽ കല്ല് പോയതാണ്, അത് വലിയ ഓപ്പറേഷൻ ചെയ്തൊക്കെ എടുക്കണം. അങ്ങനെ അവർ വന്നു, കൊച്ചിനെ കയ്യിലെടുത്തു, വണ്ടി കയറ്റി അവർ കൊണ്ടുപോയി. അവർ വഴി കണ്ടവരെ കണ്ട ടീച്ചേഴ്സിനെയൊക്കെ അവർക്ക് ഹിന്ദിയിലും പഞ്ചാബിയിലും പറ്റാവുന്ന ചെറിയ തോതിലുള്ള തെറികളൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആ കസേരയെ കുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ക്ലാസ്സിൽ പോകുമോ, ക്ലാസ് നടക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു. ഞാൻ വിചാരിച്ചു തീർന്നു, മിക്കവാറും അവർ വന്ന് നമ്മളെ വെട്ടിക്കൊള്ളും. നമ്മളീ കേരളക്കാരെ പോലെയല്ല പഞ്ചാബികൾ. അവർ തീർക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ വെച്ച് അത് തീർക്കും. നാളെ ജയിലിൽ പോവുമോ, ഈ സ്കൂൾ പൂട്ടി പോവുമോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പേടിച്ച് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ പേരൻസ് പറഞ്ഞു, सर कोई बात नहीं है, तो आपका कोई भी मिस्टेक नहीं है, अब हमारा बच्चे का मिस्टेक है, चलो पता नहीं इसमें कुछ मिला नहीं, डॉक्टर ने बोला इसका ईयर का अंदर कुछ भी नहीं है. അപ്പോൾ അവർ പറയാണ്, ഇത് സാറിൻ്റെ തെറ്റുമല്ല, ടീച്ചേഴ്സും തെറ്റുമല്ല, ഈ കൊച്ചിൻ്റെ ചെവിയിൽ അങ്ങനെ ഒരു കല്ലും ഇല്ല, ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ആ കല്ല് എനിക്ക് തോന്നുന്നു അലിഞ്ഞു പോയി കാണും. ആ എണ്ണ തൂത്തപ്പോൾ ആ കല്ല് അലിഞ്ഞു പോയി. ഇതേപോലെ ഒരു സംഭവം LKG-യിലെ ഒരു കുട്ടി, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെനിഫിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ സ്റ്റാഫും എൻ്റെ സ്ഥാപനങ്ങൾക്കും കിട്ടിയ ബെനിഫിറ്റ്, മാതാവിലൂടെ കിട്ടിയ ബെനിഫിറ്റ് പറയാൻ വന്നതാണ്. ഒരു കൊച്ചു വീട് നെറ്റി മുഴുവൻ ഇങ്ങനെ അങ്ങ് പൊട്ടി. അപ്പോൾ ടീച്ചർമാർ പറയുന്നത് 5 സ്റ്റിച്ച് ഇടണം, 6 സ്റ്റിച്ച് ഇടണം. അപ്പം ഞാൻ എപ്പോഴും ഈ ഉപ്പും ഞാൻ എന്ത് ചെയ്യും, രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ 6:30 വന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെയൊക്കെ കൊണ്ട് ഉപ്പിടും. അതേപോലെ പിള്ളേർ വെള്ളം കുടിക്കുന്ന ക്യാമ്പറിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് ഉപ്പിടും. അപ്പം വളരെ ശാന്തമായിരിക്കും, അവിടെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടത് എല്ലാം ഈ ഗുരുദാസ്പൂരിൽ 45% ക്രിസ്ത്യൻസാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന PN അവർ ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഞാൻ ഈ ഉപ്പ് പ്രയോഗം ചെയ്യുന്നത് ഇവർക്ക് കാണാം. അപ്പോൾ ഈ കൊച്ചു വീണ് തലപൊട്ടിയപ്പോൾ ഈ PN വന്നിട്ട് പറഞ്ഞു, സാർ ഓ തേൽ ദേതോ തുടക്കാം. ഞാൻ പറഞ്ഞു, ആപ് നെയ് കർ സക്തേ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് അത് തേച്ച് കൊടുത്തൊരു 2:30 ആയപ്പോഴത്തേക്ക് ആ പാടുമില്ല, കൊച്ചിൻ്റെ എന്താ പറയുക, ബ്ലഡ് വന്നതില്ല. ഷീ വാസ് വെരി ഹാപ്പി. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ വലിയ ആയുധങ്ങളായിട്ടാണ് ഞാൻ അന്നും വന്നപ്പം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഇത് ഞാൻ വലിയൊരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ ഉപ്പും ഈ എണ്ണയും. ഈ പ്രാവശ്യം ഞാൻ പഞ്ചാബിൽ നിന്ന് പോകുന്നപ്പോൾ ഇത് നമ്മൾ അച്ഛന്മാരൊക്കെ തിരുവോസ്തി എഴുന്നള്ളിച്ച് പോകുന്നത് പോലെ വണ്ടീൻ്റെ മുന്നിൽ വെച്ച് മാക്സിമം സ്റ്റേറ്റ് ഈ ഉടമ്പടിയിലൂടെ, ഈ ഉടമ്പടിയും കൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്ന വഴിക്കും ഞങ്ങൾ താമസിച്ച ഹോട്ടലിലൊക്കെ ആ ഉപ്പിടുകയും അവിടെ വെച്ച് ഞങ്ങൾ ഈ ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയാണ് തിരിച്ചു പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ എല്ലാ സ്കൂളുകളിലേക്ക് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഈ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലും ഏർലി മോർണിംഗിലും പോകുന്ന സമയത്ത് ഈ പ്രാർത്ഥന മുടക്കാൻ പാടില്ല. പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരി കത്തിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ട്രെയിനിൽ ഇത് അലൗഡ് അല്ല. ഇങ്ങനെയുള്ള ഫയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ. പക്ഷേ ഞാൻ എപ്പോൾ യാത്ര പോയാലും ഒരു മൂലയ്ക്ക് ഇരുന്ന് ആരും കാണാതെ പെട്ടെന്ന് അത് കത്തിച്ചിട്ട് ആ പ്രാർത്ഥന ചൊല്ലി തീർക്കും. ഒരു ദിവസം കഴിഞ്ഞ നവംബറിൽ ദിവാലീൻ്റെ സമയമാകുന്നു, എല്ലാവർക്കും ശമ്പളം കൊടുത്തു. 7,5 ലക്ഷം രൂപ ഒരു മാസം വേണം ശമ്പളം കൊടുക്കാൻ. പെട്ടെന്ന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ദീപാവലിയാണ്, നമുക്ക് ക്രിസ്മസ് പോലെയാണ് അവരുടെ ദീപാവലി. ശമ്പളം കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. പൈസ ഇല്ല എൻ്റെ കയ്യിൽ, ഒരു പൈസയില്ല.
അപ്പോൾ എൻ്റെ അടുത്ത് അക്കൗണ്ടൻറ്റ് വന്ന് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല. പണ്ടൊക്കെ വലിയ ടെൻഷനായിരുന്നു, ഇങ്ങനെ 7 ലക്ഷം രൂപ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചങ്ക് പൊട്ടി ചത്തുപോവും, ആളുകൾ ചങ്ക് പൊട്ടി ചത്തുപോവും, ശമ്പളം കൊടുക്കേണ്ട പൈസയാണ്. ഞാൻ വേഗം പോയി ഈ കാശ് രൂപ കൊടുത്തു, ഇതെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഒരു തടിയനായ ഒരു വലിയൊരു സർദാർജിയെ കാണിച്ചു തരുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ പേയ്മെൻറ്റൊന്നും കൃത്യമായിട്ട് നടത്തുന്ന ആളല്ല. ആ പുള്ളീനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ തോടാ പ്രോബ്ലം ഹേ, തോടാ ക്യാഷ് കാ ജരൂരത്ത് ഹേ. ഒരു 15 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഇത് വിളിച്ച് പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ശനിയാഴ്ച നിൽക്കുകയാണ് ട്രെയിൻ പിടിക്കാൻ. വലിയ തണുപ്പായതുകൊണ്ട് കോട്ടും ടൈയും ഒക്കെ ഇട്ട് ചെറിയ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിന്നിട്ട് ഞാൻ 2 കൈയും ഒക്കെ പൊക്കി അച്ഛൻ ഇങ്ങനെ ഹലേലി പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഹലേലിയോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഇയാളെന്ത് ഭ്രാന്തനാണോ ഈ ടൈയും കോട്ടൊക്കെ കിട്ടിയിട്ട്. മലയാളത്തിലാണ് പറയുന്നതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ആ സമയത്ത് എനിക്ക് ഫോൺ വന്നു, അപ്പോൾ സാർ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, തരാനുള്ള ഫീസും അടുത്ത വർഷത്തെ ഫീസും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ തരാം എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ആവശ്യമുള്ള ശമ്പളം കൊടുക്കാനുള്ള മുഴുവൻ പൈസയും അവിടെ കൊടുത്തിട്ട് പോയി ഒരു ശനിയാഴ്ച. ഹല്ലേലൂയ. ഇനി ഒരു വലിയൊരു മഹാസംഭവം ഇവിടെ നടക്കാൻ പോവാണ്. ചിലപ്പോൾ ജോസഫ് അച്ഛനോ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്ന് പറയും, അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ ഈ കൃപാസനം തുടങ്ങിയതോടുകൂടി റെവല്യൂഷണറി സ്പിരിച്വൽ ചേഞ്ചസ് ഹാപ്പനിങ് ഓൾ ഓവർ കേരള ആൻഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഓൾസോ. ഇത് വേൾഡ് വൈഡിലേക്ക് വരികയാണ്. ഇത് വേൾഡ് വൈഡ് ഈ കൃപാസനത്തിൻ്റെ ഈ കവനൻറ്റ് ഉടമ്പടി അതിഭീകരമായിട്ട് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം, നമ്മളെല്ലാവരും പ്രാർത്ഥനയിലുണ്ട്. ഈ സഭയെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സഭ അംഗീകരിക്കണം. ഇവിടെ എന്ന് വരുമെന്ന് എനിക്കറിയില്ല, എപ്പോൾ വരുമെന്നറിയില്ല. വെൻ ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് ഐ ഡോണ്ട് നോ. നമ്മുടെ സഭയുടെ പരമോന്നത അധികാരിയായ പോപ്പ് മാർപ്പാപ്പ ഇവിടെ വരാൻ പോവുകയാണ്. ഇവിടെ വരും. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ സ്വപ്നം ഉണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെനിക്ക് ഭ്രാന്താണെന്നോ വട്ടാണെന്നോ പറയാം. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും കൂടെ കണ്ടു നോക്കുമ്പം മാർപ്പാപ്പ കേരളത്തിൽ വരും, ഇന്ത്യയിൽ വരും, അത് ഇവിടെ സന്ദർശിക്കും. അതെനിക്ക് തോന്നുന്നത്, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് ഇവിടെയോ മറ്റാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്ന ആരോടൊക്കെ ചോദിക്കുന്നുണ്ട്, കം ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബെനിഫിറ്റ്സ് ഈ ഗോഡ് ത്രൂ ദിസ് കവനൻറ്റ്. ഈ ഉടമ്പടിയിൽ നിങ്ങൾക്ക് കിട്ടിയത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഒരുപാട് റെവല്യൂഷണറി ചേഞ്ചസ് നടന്നിട്ട്, ഒന്ന് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇങ്ങനെ കുറേ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നടന്നത്, ഈ ലോകത്ത് നടന്ന വിപ്ലവങ്ങളൊക്കെ ഉണ്ടായത് മനുഷ്യന് ഒരു ഗതിയും പരഗതിയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് മനുഷ്യൻ നടത്തിയ വലിയ മുന്നേറ്റങ്ങളാണ് ഈ വിപ്ലവം. അതുപോലൊരു മറ്റൊരു സ്പിരിച്വൽ വിപ്ലവത്തിൻ്റെ ഈ ആലപ്പുഴയിൽ നിന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കവനൻറ്റ്, ഈ ഉടമ്പടി. ഇവിടെ മാർപ്പാപ്പ വരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് നിങ്ങൾ അച്ഛന്മാരാരെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും, ഇത് അച്ഛനിനി ഒന്നും ചെയ്യാനില്ല, ജോസഫ് അച്ഛൻ ഒന്നും ചെയ്യാനില്ല. ജോസഫ് അച്ഛൻ ഈ ജനങ്ങളുടെ മുഴുവൻ ഇല്ലായ്മ കണ്ട് ചങ്കു പൊട്ടി വിളിച്ച വിളി കേട്ട മാതാവാണ് ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇത്രയും തിയോളജി പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല, ഞാൻ തിയോളജിയൊന്നും പഠിച്ചിട്ടുമില്ല. തിയോളജികളൊക്കെ വളച്ചൊടിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, മാതാവേ എന്ന് വിളിക്കുന്നത് മാത്രം സൈത്താനിക്കാന്നാണ് പറയുന്നത്. നമ്മളെപ്പോൾ ഒന്ന് കാലിടറി വീണാലും അത് ക്രിസ്ത്യൻ റിലീജിയസ്റ്റിക് അല്ലെങ്കിൽ തന്നെ നമ്മൾ അമ്മേ എന്ന് വിളിക്കും, പെട്ടെന്നൊരു അമ്മയെന്ന് വിളിക്കും. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ എപ്പം വിളിക്കാൻ പറ്റുന്ന വിളിയാണ് അമ്മ. അത് സൈത്താനിക്കൊന്നുമല്ല. അത് മാർപ്പാപ്പ ഇവിടെ വരുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു തീരുമാനമാകും. പിന്നെ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥനകൾ ഉണ്ടാക്കണോ, അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണം, ദാറ്റ് ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മിക്കവാറും ജോസഫ് അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരം വന്ന് ആ പഞ്ചാബിൽ നിന്ന് വന്ന ആ പുള്ളിക്കാരന് ഭ്രാന്താണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഐ ഡോണ്ട് നോ ഫാദർ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ
പ്രത്യേക ഒരു സാക്ഷ്യത്തിൽ പരിശുദ്ധ അമ്മ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും മാതാവ് ഇടപെടുന്നതായിട്ടുള്ളതാണ്. ഇത് എല്ലാ വിഷയങ്ങളും ഒരുപാട് വിദൂരങ്ങൾ, ഇപ്പോൾ ഇദ്ദേഹം പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ടാണ് എത്തിച്ചേർന്നത്. ഒരുപാട് ദൂരത്തു നിന്ന് ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുക്കാനും വരുന്നുണ്ട്. അതിലും വേഗതയിലും അനുഭവത്തോടെ ഇവിടെ സാക്ഷ്യം പറയാനും ഓരോ ദിവസവും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ മാതാവ് എല്ലാവർക്കും തൻ്റെ ഈ പ്രത്യക്ഷീകരണത്തെ അത്രത്തോളം മാതാവ് ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്. കാരണം അതൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടാണെങ്കിൽ പോലും ആളിവിടെ സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്. അത്രത്തോളം ഈ ലോകത്തിന് മുൻപിൽ ഈ ഒരു ഇടത്തെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതല്ല, ഇവിടുത്തെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ വ്യക്തിപരമായ അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ അൾത്താരയിൽ അതും ജാതിമത ഭേദമന്യേ പ്രായഭേദമന്യേ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാക്ഷ്യം പറയുന്ന ഒരു അൾത്താര എന്ന നിലയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാതാവ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുപാട് പേരെ ഈ അൾത്താരയിൽ ഇതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചൊരുങ്ങാനെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മേഖല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മേഖലയാണ്. ആ മേഖലയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥനയിൽ അതിജീവിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം. രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ഉണ്ടായ ഇഷ്യൂസിനെയൊക്കെ ഫേസ് ചെയ്യുമ്പം അതൊക്കെ ഒരു കുഴപ്പമില്ല, അതിനൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു ധൈര്യം, ഒരു വെയ്റ്റ്ലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സാക്ഷ്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞ സാക്ഷ്യത്തിലും ഈ രോഗങ്ങളൊക്കെ തന്നോട് പറയുമ്പോഴും അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ റെഡിയാക്കും. കാരണം ഇങ്ങനൊരു ഉടമ്പടിയിൽ ലഭിച്ച വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യമുണ്ട്. അത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്, ആരെനിക്കെതിരെ നിന്നാലും കർത്താവ് പക്ഷത്തെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നൊരു സ്പിരിച്വൽ കോൺഫിഡൻസ് ഉണ്ട്. അത് ഉടമ്പടിയിൽ ഒരുപാട് പേർക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി നിൽക്കുന്നവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പറഞ്ഞ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ ഒരു ഇടം ലോകത്തിന് മുൻപിൽ ഒരു വലിയ ഒരു ആത്മീയ വിപ്ലവത്തിൻ്റെ ഒരു ഇടമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഓരോ ദിവസവും ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മാത്രം, ഒരു ദിവസം കേൾക്കുന്നത് മാത്രം പരിശോധിച്ചാൽ തന്നെയും നമുക്കത് വ്യക്തമാണ്. അപ്പോൾ ഇനിയും ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം ഒരു ചർച്ചാ വിഷയവും ഒരു പ്രാർത്ഥനാ വിഷയവും ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു വെളിച്ചവുമായിട്ട് മാറുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾ പണ്ട് തൊട്ട് ഇപ്പോൾ 4-5 വർഷം അതിന് മുമ്പേയും കൃപാസനത്തിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അനുഭവങ്ങൾ മാത്രം ഒന്ന് ചോദിച്ചു നോക്കിയത്. ഓരോ വർഷവും കഴിയുമ്പം സാക്ഷ്യത്തിൻ്റെ നിലവാരം ഉയരുന്നതും സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങളുടെ ഒരു ആഴം കൂടുന്നതും ഒരുപാട് പ്രായഭേദമന്യേ സാക്ഷ്യം. അപ്പം മാതാവ് എന്തോ ഇതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ അച്ഛന് പ്രത്യക്ഷപ്പെടുമ്പം മാതാവ് ലക്ഷ്യം വെച്ചത് അച്ഛന് മാത്രമല്ല എന്നുള്ളതിന് തെളിവ് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നതിന് പിന്നിൽ മാതാവിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഇന്നും ഒരുപാട് പേര്. അപ്പം ഇനിയും മാതാവ് എന്തോ ഒരു കൃപാവര പദ്ധതി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിലൂടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിലൂടെയും അതിന് കൂടുതൽ ശക്തി ആർജിക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇദ്ദേഹത്തിന് ലഭിച്ച അനുഭവങ്ങൾക്കും സൗഖ്യത്തിനും വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.